ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറെ നാൾ മുമ്പ് എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ എപ്പോഴും വീഡിയോ എടുത്തു വെച്ചിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നുകിൽ എനിക്ക് മറക്കും, അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാൻ മടിയായിട്ട് ഞാൻ അവിടെ വെക്കും. അങ്ങനെ വെച്ചിട്ടുണ്ടായ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് ചക്കക്കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്, കുറെ നാൾ മുമ്പ് എടുത്ത വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചക്കക്കറി ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ ഗൈസ്. ഇത് കുറേ നാൾ മുമ്പ് എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ കണ്ടത്, അപ്പോൾ ഞാൻ വിചാരിച്ച് പോസ്റ്റ് ചെയ്യാന്ന്. അപ്പൊ 2 ചക്കയാണ് നമ്മൾ പറിച്ചത്. അതിൽ ഒരു ചക്ക ഞാനൊന്ന് പഴുത്ത ചക്കനെ കൊണ്ട് അപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ ബാക്കി വന്നാൽ ഇതാണ് വേറൊരു ചക്ക. അപ്പൊ ഞാനിതെല്ലാം ചക്ക മുറിച്ചിട്ട് ഇതെല്ലാം ഉണ്ണിട്ട് ചോളയും കുരുവെല്ലാം മാറ്റിയിട്ട് വേറെ വെക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ എപ്പോഴും എങ്ങനെയാ വെച്ചാൽ കുറെ വീഡിയോ എടുത്ത് വെക്കും, എന്നിട്ട് അത് വോയിസ് ഓവർ കൊടുക്കാൻ മതിയായിട്ട് അടഞ്ഞു വെക്കും. അങ്ങനെ എന്നിട്ട് ഇത് ബാക്കിയായത്. അപ്പൊ ഇനി ഈ ഉണ്ണി വെച്ച ചക്കയിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. ഇനി നമുക്കിത് കുറച്ച് സമയം വെക്കാട്ടോ ഗൈസ്. എന്നോട് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇപ്പൊ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ, എന്ത് പറ്റി വീഡിയോ ഒന്നും ഇടാത്തിന്. എനിക്ക് സമയം കിട്ടുന്നില്ല, ഒന്നാമത് ഇന്ന് മഴയെല്ലായിട്ടാണ് ഇങ്ങനെ മടിയാവുന്നു വീഡിയോ എടുക്കാൻ. അത് മാത്രമല്ല ഇപ്പൊ മുമ്പക്കത്ര റീച്ചും ഇല്ല, റീച്ച് കിട്ടുന്നില്ല. ആ റീച്ച് കിട്ടാതിരിക്കുമ്പോഴാണ് എനിക്ക് എടുക്കാൻ മടിയാവണം. അപ്പൊ നിങ്ങൾ പറയാട്ടോ ഗൈസ്, അങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടത്, അങ്ങനത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ. അപ്പൊ നമ്മ ഈ കണ്ടന്റ് കിട്ടിയാലും സമയം ഉണ്ടാവില്ല, സമയം കിട്ടുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ കണ്ടന്റ് ഉണ്ടാവില്ല. അങ്ങനെയാണ് ഗൈസ് ഞാൻ വീഡിയോ എടുക്കാത്തത് കേട്ടോ അധികം. അപ്പൊ കറി വെക്കുന്നതല്ലാതെ ഇവിടെ കുറച്ച് ചക്ക മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ചക്ക അച്ചാർ ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടാണ്. ചക്ക അച്ചാർ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ട് ഒരു പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് ഈ ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ചിലപ്പോ ചക്കപ്പുഴുക്ക് എന്നായിരിക്കുമല്ലോ പറയുന്നത്, നമ്മൾ ചക്കക്കറി എന്നാണ് കേട്ടോ പറയുന്നത്. എന്നെ പോലെ ചക്കക്കറി അച്ചാറും കൂട്ടിട്ട് കഴിക്കാൻ ഇഷ്ടമില്ല, ഒരു കമന്റ് ചെയ്യാൻ കേട്ടോ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചക്കക്കറി അച്ചാറും കൂട്ടിട്ട് കഴിക്കാൻ വേണ്ടിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കടു, പിന്നെ കരിയാമ്പില, പിന്നെ ഉണക്ക് പറങ്കിയില്ലേ വട്ടൽ മുളക്, അതും പിന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനത് റെസിപ്പി ആയിട്ട് തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഓരോരോ കാര്യം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, ഈ ചക്കയിലേക്ക് ഇട്ടാ. അങ്ങനെ നമ്മൾ ചക്കക്കറിയുടെ പണിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം സമയം ഉച്ചക്ക് 1:30 ദിവസം. അങ്ങനെ നമ്മൾ ചോറ് കഴിക്കാണ്. ചോറിന് സാമ്പാറും അച്ചാറും അങ്ങനെ എന്തോ ആണ് ഉണ്ടായത്, ഓർമ്മയില്ല. കുറെ ആയിട്ട് ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ടപ്പോ ചോറ് കഴിച്ചിട്ട് പിന്നെ കുറെ കാര്യങ്ങളെല്ലാം ഉണ്ടായി. അപ്പൊ അതൊന്നും വീഡിയോ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മ ഒരു 4 മണിയിലാകുമ്പോഴത്തേക്ക് നമ്മൾ ചക്കക്കറി കൂട്ടിട്ട് ചായ കുടിച്ചു കേട്ടോ ദിവസം. അങ്ങനെ നമ്മ നല്ല കുരുമുളകും വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തിന്നാൻ വേണ്ടിട്ട്. പിന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.